സ്ക്രീന് കാണാൻ പറ്റുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പം പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് മോഡേണൈസേഷൻ ഒക്കെ ആയിരുന്നു. പ്രോഗ്രസ്, സോഷ്യൽ ചേഞ്ച്, പ്രോഗ്രസ്, മോഡേണൈസേഷൻ. ഇനി നമുക്ക് പറയാനുള്ളത് ഇൻഡിസസ് ഓഫ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റിന് സൂചകങ്ങളാണ്. അതിൽ നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI, അതുപോലെ GDI, ഈ രണ്ട് സംഗതികളാണ് പറയുന്നത്. അപ്പം HDI എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും എപ്പോഴും. നമ്മൾ കോമൺ ആയിട്ട് എന്താണ് ഈ സാമ്പത്തിക വാർത്തകളിലൊക്കെ നമ്മൾ കാണുന്ന സംഭവമാണ് HDI, GDI എന്നുള്ള സംഗതികളൊക്കെ. അപ്പൊ അതാണ് നമ്മളിവിടെ എന്താണ് നമ്മുടെ ഡെവലപ്മെന്റിനെ കാണിക്കാനായിട്ട്, അതിന്റെ സൂചകങ്ങളായിട്ട് നമ്മൾ പറയുന്ന സംഗതികളാണ്. അപ്പൊ എന്തൊക്കെയാ നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു HDI ഫസ്റ്റില് അതിനെ എന്താണ് അതിനെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള, അതിനെ കുറിച്ച് ഫസ്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പാകിസ്ഥാൻ എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേര് മെഹബൂബുൽ ഹക്ക്. അപ്പൊ എന്താണ് നമ്മുടെ കൺട്രീസിനെ അതിന്റെ ഡെവലപ്മെന്റിന്റെ, അതായത് ഒരു സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ അതിനെ മെഷർ ചെയ്തിട്ട് അതിന്റെ ഒരു റാങ്കിങ്ങിലേക്ക് ക്രോഡീകരിക്കാനായിട്ടാണ് ഫസ്റ്റ് ഇത്തരത്തിലുള്ള ഒരു സംഭവം, ഈ HDI അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അദ്ദേഹം എന്താണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റിൽ ഇത്തരത്തിലുള്ള ഈ ഒരു ഇൻഡെക്സിൽ ഫസ്റ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ പിന്നെ എന്താണ് നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ ഡെവലപ്മെന്റ് പ്രോഗ്രാം പ്രകാരം 1900 ഫസ്റ്റിൽ അതിന്റെ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ഫസ്റ്റിൽ എന്താണ് ഈ ഒരു ഇൻഡെക്സിന് എന്തിന്റെ ബേസിലാണ് അവർ കാണുന്നത്? ഒരു ഹ്യൂമൻ ബേസിൽ, അല്ലെങ്കിൽ മനുഷ്യർ അല്ലെങ്കിൽ ആളുകളെ ആണ് അതിന്റെ ബേസ് ആയിട്ട് കാണുന്നത്. ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ അതിന്റെ ബേസ് ആയിട്ട് അവർ കാണുന്നത് ഒരു മാൻ അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമനെയാണ് അവർ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഡെവലപ്മെന്റും അതുപോലെ തന്നെ ഹ്യൂമൻ വെൽഫെയറും ആയിരുന്നു. അതിലൂടെ എന്താണ് അതിൽ കുറച്ചുകൂടെ ഫോക്കസ് കൊടുത്തുകൊണ്ട് അവിടുത്തെ എക്കണോമിക് ഡെവലപ്മെന്റിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കൂടുതലും അതിന്റെ ഒരു ബേസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോക്കസ് എന്നൊക്കെ പറയണത്. പിന്നെ അതുപോലെ അതിൽ അവർ കൂടുതലും എന്താണ് ഈ ഒരു ഡെവലപ്മെന്റും അതുപോലെ എക്കണോമിക് ഡെവലപ്മെന്റിനേക്കാളൊക്കെ കൂടുതൽ കുറച്ചുകൂടെ അവർ ഒരു ഊന്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോഴും ഹ്യൂമൻ വെൽഫെയറിന് തന്നെയായിരുന്നു. മാനസിക എന്താണ് വികസനം അല്ലെങ്കിൽ മാനസിക ക്ഷേമം എന്നൊക്കെ പറയാം വെൽഫെയർ എന്ന് പറയുമ്പോൾ. അപ്പൊ അതിനായിരുന്നു കൂടുതൽ അവർ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആളുകൾക്ക് എന്താണ് ഒരുപാട് നല്ല ജീവിതം കെട്ടിപ്പടുക്കാനും അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള കഴിവ്, അതുപോലെ എഡ്യൂക്കേഷൻ, പിന്നെ എന്താണ് നമുക്ക് വിദ്യാഭ്യാസം, അങ്ങനെ അതിനുള്ള എന്താണ് മാർഗങ്ങൾ, പിന്നെ അതുപോലെ തന്നെ മാന്യമായ രീതിയിലുള്ള എന്താണ് നമ്മുടെ റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ് എല്ലാവർക്കും ലഭിക്കുക, എല്ലാവർക്കും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരുപോലെ ലഭിക്കുക എന്നുള്ളതൊക്കെ എന്തിന്റെ ഒരു ഇതിൽ വരുന്നതാണ്? നമ്മുടെ ഈ HDIന്റെ ഒരു അണ്ടറിൽ അവർ അതൊക്കെയാണ് കൂടുതലും അത് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് സുസ്ഥിര വികസനം കൈവരിക്കുക എന്നുള്ളതൊക്കെ അവർ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താണ് മനുഷ്യാവകാശങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങൾ, പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ എന്താണ് ഒരുപോലെയുള്ള എന്താണ് പാർട്ടിസിപ്പേഷൻ, ഇപ്പൊ എല്ലാ തരത്തിലും സോഷ്യലി ഒക്കെ എല്ലാ തരത്തിലുള്ള പാർട്ടിസിപ്പേഷൻ കാര്യങ്ങളിലൊക്കെ എന്താണ് ഒരുപോലെ ഉണ്ടാവുക, അതായത് അതിനൊക്കെ ഒരു എല്ലായിടത്തും ഒരുപോലെ എത്തുക എല്ലാ കാര്യങ്ങളും എന്നുള്ളത് അവരുടെ ഒരു അണ്ടറിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സുരക്ഷ, നമുക്ക് സോഷ്യലി അതുപോലെ എല്ലായിടത്തും ഈ മെയിനായിട്ട് ഇനീക്വാലിറ്റീസ്, പലതരത്തിലുള്ള ഇനീക്വാലിറ്റീസ്, അപ്പൊ അതിലൊക്കെ എന്താണ് ഒരുപോലെയുള്ള ഈക്വാലിറ്റി കൈവരിക്കാനും അതിന്റെ ഒരു ഫലങ്ങൾ എല്ലാവർക്കും അനുഭവിക്കാനും ഒക്കെ ഉള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഇവർ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നല്ല ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ, അതിന്റെ അണ്ടറിൽ നമുക്ക് ഒരുപാട് ഡെവലപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതൊക്കെ ഇവർ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ്? ഹ്യൂമൻ വെൽഫെയർ ആണ്, അതുപോലെ ഡെവലപ്മെന്റും ഇക്കണോമിക് ഡെവലപ്മെന്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താണ്
മനുഷ്യന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഹ്യൂമൻ വെൽഫെയറിലേക്കുള്ള എന്താണ് ഒരു ഡെവലപ്മെന്റിനെ മെഷർ ചെയ്യുക അല്ലെങ്കിൽ ഒരു അളവ് കോലായിട്ട് കാണുന്ന ഒരു സംഭവമാണ് എന്ത് നമ്മുടെ ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് നമ്മൾ എന്താണ് ഡയമെൻഷൻസ് പറയുന്നുണ്ട്. ഡയമെൻഷൻസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതെന്തൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന് പ്രധാനമായിട്ടും 4 എന്താണ് 4 എസെൻഷ്യൽ കമ്പണൻസ് ഉണ്ട്. അത് പറയുന്നത് ഏതൊക്കെ? ഇക്വിറ്റി ഓർ ഇക്വിറ്റബിൾ ആക്സസ് ടു ഓപ്പർച്യൂണിറ്റി, സസ്റ്റൈനബിലിറ്റി, പ്രൊഡക്ടിവിറ്റി ആൻഡ് എംപവർമെന്റ്. ഇക്വിറ്റി ഓർ ഇക്വിറ്റബിൾ ആക്സസ് അതായത് ഒരുപോലെ തുല്യത, ഒരുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒരുപോലെ ലഭിക്കുക. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ സുസ്ഥിരത, പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഉൽപാദനം, പിന്നെ ആൻഡ് എംപവർമെന്റ് എന്ന് പറയുമ്പോൾ ശാക്തീകരണം. അപ്പൊ ഈ ഒരു 4 കമ്പോണൻസ് എന്താണ് 4 എസെൻഷ്യൽ കമ്പോണൻസ് ആണ് നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് പാരഡിഗ്മ അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ നമുക്ക് അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ അതിന് 4 അവശ്യ ഘടകങ്ങളുണ്ട്. അതൊക്കെയാണ് ഇക്വിറ്റി ഓർ ഇക്വിറ്റബിൾ ആക്സസ് ടു ഓപ്പർച്യൂണിറ്റീസ്, സസ്റ്റൈനബിലിറ്റി, പ്രൊഡക്ടിവിറ്റി ആൻഡ് എംപവർമെന്റ്. ഇത്രയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് കീ മാഗ്നിറ്റ്യൂഡ് ഓഫ് HDIന്റെ കീ മാഗ്നിറ്റ്യൂഡ്സ് എന്തൊക്കെയാണെന്ന്. അത് മെയിനായിട്ടും 3 പോയിന്റ്സിലാണ് പറയണത്. ഫസ്റ്റ് പറയണത് നമുക്ക് ഈ ഒരു ആളുകൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല HDI എന്ന് പറയുമ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ആളുകളെയാണ്, ഹ്യൂമൻസിനെയാണെന്ന്. അപ്പൊ ആ ഒരു പോപ്പുലേഷനിലുള്ള അവരുടെ എന്താണ് ആരോഗ്യവും അതുപോലെ അവരുടെ ദീർഘായുസ്സും അവരുടെ ലൈഫ് എക്സ്പെക്ടൻസിയും അതുപോലെ അവരുടെ ഹെൽത്തും അതാണ് നമ്മൾ ഫസ്റ്റ് അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് ആയിട്ട് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എത്ര സമയം ജീവിച്ചിരിക്കും, അതായത് നമുക്ക് ഇപ്പൊ അറിയാം നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ഓരോ രാജ്യത്തും നമ്മൾ അത്തരത്തിലൊരു കണക്ക് വെച്ചിട്ടുണ്ട്. ഏകദേശം 60 സ്ത്രീകൾക്ക് എന്താണ് പുരുഷന്മാരെക്കാളും കൂടുതലാണ് ലൈഫ് എക്സ്പെക്ടൻസി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഏജ് നമ്മൾ പറഞ്ഞു വെക്കാറുണ്ട്. അപ്പൊ അത്തരത്തില് എന്താണ് നമുക്ക് അങ്ങനെ ഒരു പോപ്പുലേഷന്റെ ഹെൽത്തും അവരുടെ ദീർഘായുസ് അല്ലെങ്കിൽ ജീവിത അല്ലെങ്കിൽ എന്താ പറയാ അപ്പൊ അതിന് ആയുർദൈർഘ്യം എന്ന് പറയാം. അപ്പൊ അത് നോക്കി അതാണ് ഫസ്റ്റത്തെ മാഗ്നിറ്റ്യൂഡ് ആയിട്ട് നമ്മൾ HDIന്റെ ഫസ്റ്റത്തെ മാഗ്നിറ്റ്യൂഡ് ആയിട്ട് പറയുന്നത്. അതായത് ഒരു കുട്ടി ജനിച്ച മുതൽ എത്ര വർഷത്തോളം ജീവിക്കുന്ന ആ ഒരു കൺട്രിക്ക്, ഏതൊരു കൺട്രിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ലൈഫ് എക്സ്പെക്ടൻസി ഉണ്ടാവും. പിന്നെ രണ്ടാമതായിട്ട് പറയണത് എന്താണ് നോളജ് ആൻഡ് എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ സാക്ഷരതാ നിരക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് നമ്മൾ ഏതൊരു കൺട്രിയിലും എത്രത്തോളം അവിടുത്തെ ലിറ്ററസി റേറ്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതാണ് രണ്ടാമത്തെ മാഗ്നിറ്റ്യൂഡ് ആയിട്ട് പറയണത്. മൂന്നാമത്തായിട്ട് പറയണത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതായത് അവരുടെ ജീവിത നിലവാരം എത്രത്തോളാണെന്ന്, മൊത്തത്തിലുള്ള അവരുടെ ആ ഒരു ജീവിത നിലവാരം ആ ഒരു എന്താ പറയാ ആ ഒരു കൺട്രിയിൽ എത്രത്തോളം ഉണ്ട്. അതിന്റെ ഇതിൽ നമ്മൾ എന്തും കൂടെ പറയുന്നുണ്ട്, അവിടുത്തെ GDP എന്ന് പറയുമ്പോൾ എന്താണ് ഗ്രോസ് ഡെവലപ്മെന്റ് പ്രൊഡക്ടിവിറ്റി അതിന്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പൊ അതിൽ ആ ഒരു സംഭവം കൂടി നോക്കുന്നുണ്ട്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആഗോള തരത്തില്. അപ്പോൾ ആ ഒരു സംഭവം, ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ HDIയുടെ കീ മാഗ്നിറ്റ്യൂഡ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വണ് പറയുന്നത് ഹെൽത്ത് ആൻഡ് ലൈഫ് എക്സ്പെക്ടൻസി ആണ് പോപ്പുലേഷന്റെ. രണ്ടാമത്തത് നോളജ് ആൻഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലിറ്ററസി റേറ്റ് എന്നൊക്കെ പറയാം. മൂന്നാമത്തായിട്ട് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്, ജീവിത നിലവാരം എങ്ങനെയാണെന്നാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ അണ്ടറിലാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ HDI എങ്ങനെ എന്നൊക്കെ നമ്മൾ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ഓരോ കൺട്രീസിനും അതിന്റെ റാങ്കിങ്ങിൽ എങ്ങനെ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതൊക്കെ നോക്കുന്നത്. പിന്നെ
പിന്നെ അതുപോലെ തന്നെ ഈ ഒരു GDPന്റെ കൂടെ തന്നെ പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ കാര്യം പറയുന്നുണ്ട്. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ എന്നല്ല, ഓരോരുത്തർക്കും എന്താണ് അവരുടേതായിട്ടുള്ള ആ ഒരു വരുമാനം അനുസരിച്ചിട്ട് ആ കൺട്രിയുടെ എന്താണ് ഇത്ര വരുമാനം ഉണ്ട്, അല്ലെങ്കിൽ ഇയർലി ഇത്ര പെർ ക്യാപിറ്റ ഇൻകം ഉണ്ട് എന്ന് നമ്മൾ കണക്കാക്കും. അതിനെയാണ് ആ ഒരു സംഭവത്തെയാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അതായത് ഓരോ സാമ്പത്തിക വർഷവും ആ ഒരു കൺട്രിയിൽ എത്രത്തോളം എന്താണ് GDP സേവനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത് നോക്കും. പിന്നെ അതുപോലെ തന്നെ അതിൽ പിന്നെ എന്താണ് അത് ആ ഒരു മൊത്തത്തിലുള്ള വരുമാനം എടുത്തിട്ട് ആളോഹരി വരുമാനം എടുക്കും. അതിനൊക്കെ കണക്ക് കൂട്ടി തിട്ടപ്പെടുത്തിയിട്ടാണ് ആ രാജ്യത്തിന്റെ എന്ത് കണക്കാക്കുന്നത്, ഹ്യൂമൻ ഡെവലപ്മെന്റ് കണക്കാക്കുന്നത്. അപ്പൊ അതിൽ ഈ ഒരു GDPയും പിന്നെ അതുപോലെ എന്താണ് പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ അതിൽ ഓരോരോ ഘടകങ്ങളാണ്. ഇനി നമുക്ക് പറയാനുള്ളത് അഡ്വാൻറ്റേജസ് ആണ്. HDIയുടെ അഡ്വാൻറ്റേജസ് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ് ഫസ്റ്റിൽ തന്നെ പറഞ്ഞു, എന്താണ് നമുക്ക് നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കണക്കാക്കാനായിട്ട് ഒരു മെഷർമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തായിട്ട് നമ്മൾ ആ ഒരു റാങ്കിങ് സിസ്റ്റം, നമ്മുടെ കൺട്രീസുകൾ തമ്മിലുള്ള ഒരു റാങ്കിങ് സിസ്റ്റം ഈ ഒരു മെഷർമെന്റിന്റെ അണ്ടറിൽ അങ്ങനെ കണക്കാക്കി വെക്കുന്നുണ്ട്. അതൊക്കെ HDIയുടെ അഡ്വാൻറ്റേജസ് തന്നെയാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാ നോക്കാം പറയണത്. അപ്പം ഈ ഒരു HDI എന്ന് പറയുമ്പം മൊത്തത്തിലൊരു എന്താണ് ഒരു കോമ്പോസിറ്റ് ഇൻഡെക്സ് ആയിട്ട് പറയാം. അതായത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ നേരത്തെ പറഞ്ഞു അതിൻ്റെ ഒക്കെ അണ്ടറിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് മാത്രം നമുക്ക് HDI മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു എന്താണ് ഒരു മൊത്തത്തിലുള്ള ഒരു കമ്പൈൻ ആയിട്ടുള്ള സംഗതികൾ വെച്ചിട്ടാണ് നമ്മൾ HDIയെ കണക്കാക്കുന്നത്. അപ്പൊ അതിൽ മെയിനായിട്ട് എന്താണ് നേരത്തെ പറഞ്ഞു, എന്താണ് ആരോഗ്യമുണ്ട്, അതുപോലെ എഡ്യൂക്കേഷൻ, പിന്നെ അതുപോലെ ജീവിത നിലവാരങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് നോക്കുന്നു, മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു മനുഷ്യന് നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് ഈ ഒരു HDIയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഹ്യൂമൻസ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ നമ്മുടെ ടെക്സ്റ്റിൽ വളരെ കുറച്ച് മാത്രം പറയും. മെറ്റീരിയൽ ഉണ്ടെങ്കിൽ എനിക്ക് ആ പേജ് നമ്പർ ഒന്ന് പറഞ്ഞു തരുമോ? 21. ഓക്കെ. മെറ്റീരിയൽ എടുത്ത് വന്നപ്പോഴത്തേക്ക് ആരോ ഒന്ന് ജോയിൻ ചെയ്തു, ഞാൻ പിന്നെ ബാക്ക് പോയി.
ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താണ് എക്കണോമിക് ഡെവലപ്മെന്റിനെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ ഡെവലപ്മെന്റിനെയും അതുപോലെ നമ്മുടെ ആളുകളുടെ അണ്ടറിൽ അല്ലെങ്കിൽ മനുഷ്യന് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കണക്കാക്കുന്നു, നമ്മുടെ എക്കണോമിക് പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട് എന്ന് കണക്കാക്കുന്നു. അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റലിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ, അല്ലെങ്കിൽ ഹ്യൂമന് നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് കൊടുക്കുന്നു. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഇവിടെ ആ ഒരു ഹ്യൂമൻ ക്യാപിറ്റലിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഈ HDIയിൽ ഏറ്റവും കൂടുതൽ എന്താണ് ആ ഒരു ഹ്യൂമൻ ക്യാപിറ്റലിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഓരോരുത്തർക്കും ഓരോ ഹ്യൂമൻ ബീയിങ്ങിനും അവരുടേതായിട്ടുള്ള ഒരു വരുമാനം, നമ്മൾ നേരത്തെ പറഞ്ഞില്ല ആ ഒരു പെർ ക്യാപിറ്റ ഇൻകം അതുപോലെ GDP ഒക്കെ എന്ത് കണക്കാക്കുന്നുണ്ട്, നമ്മുടെ ഒരു HDIയിൽ കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഓരോ ആളുകളുടെ വരുമാനവും നമ്മൾ എന്തിലേക്ക് അതായത് എന്തിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ HDIനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ട് ഈ ഒരു ആളുകളുടെ നമ്മുടെ ദേശീയ വരുമാനവും അതുപോലെ തന്നെ ആ ഒരു രാജ്യത്തിന്റെ ആളുകളുടെ വരുമാനം തുല്യ അല്ല, അല്ലെങ്കിൽ ഒരു GDIയിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണക്കാക്കുന്നത് ആളോഹരി വരുമാനവും പിന്നെ രാജ്യത്തിന്റെ മൊത്തം വരുമാനവും നമ്മൾ എന്താണ് അതിന് ആ ഒരു ടാലിയാക്കാൻ, അല്ലെങ്കിൽ അതിന് ആ ഒരു സംഭവത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് കണക്കാക്കാനായിട്ട്, ഈ ഒരു HDI കണക്കാക്കാനായിട്ട്. അപ്പം മെയിനായിട്ട് ആ ഒരു അഡ്വാൻറ്റേജസിൽ അത്രേ പറയുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് പറയാം എന്താണ് ഹ്യൂമൻ വെൽഫെയറിനും അതുപോലെ നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെന്റിനും മൊത്തം ഡെവലപ്മെന്റിനും ഒക്കെ നമ്മൾ കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ്. അതിൽ കൂടുതലും ബേസ് അല്ലെങ്കിൽ നമ്മൾ എന്തിന്റെ അണ്ടറിലാണ് കൂടുതൽ നോക്കുന്ന, ആ ഒരു ഹ്യൂമൻ ക്യാപിറ്റലിന്റെ അണ്ടറിലാണ് നോക്കുന്നത്. അത്രേ അതിന്റെ ഒരു അഡ്വാൻറ്റേജസിൽ പറയുന്നുള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു 3 പിന്നെ കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു HDI കണക്കാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു നേരത്തെ. എന്തൊക്കെയായിരുന്നു? ആളുകളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ജീവിത നിലവാരം, അതുപോലെ എന്താണ് ഹെൽത്തും ലൈഫ് എക്സ്പെക്റ്റൻസിയും. അപ്പം ഈ ഒരു 3 കാര്യങ്ങൾ മാത്രമാകുമ്പം അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം നമുക്ക് HDI കണക്കാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഡെവലപ്മെന്റിനെ കണക്കാക്കാൻ പറ്റുമോ എന്നാണ് ഫസ്റ്റ് അതിൻ്റെ ഒരു എന്താണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അതായത് ആ ഒരു 3 കാര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രം നമുക്ക് ഇത് കണക്കാക്കാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ ആ ഒരു റാങ്കിങ്ങിൽ നമ്മൾ അതിൻ്റെ അണ്ടറിൽ വെക്കുന്ന ആ ഒരു കാര്യത്തിലാണല്ലോ നമ്മൾ ഈ ഒരു കൺട്രീസിനെ റാങ്കിങ്ങിൽ പെടുത്തുന്നത്, അല്ലെങ്കിൽ ആ ഒരു മെഷർമെന്റിന്റെ ബേസിൽ നമ്മൾ കൺട്രീസിനെ റാങ്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ എന്താണ് അതൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നുണ്ട്, ആ ഒരു 3 കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് നടത്തുന്ന ഒരു മെഷർമെന്റ് ആയതുകൊണ്ട്. പിന്നെ സെക്കൻഡ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു എന്താണ് ആവറേജ് എന്ന് പറയുമ്പോൾ ഒരു ശരാശരി ആയിട്ടുള്ള ഒരു കണക്കായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് എത്രത്തോളം നമ്മുടെ വാല്യൂസ്, അല്ലെങ്കിൽ എത്രത്തോളം അതിന്റെ ഒരു വാല്യൂസ് ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. വെറും ഒരു ആവറേജ് ബേസിലാകുമ്പോൾ, പക്ഷേ ടോട്ടലി നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ നമ്മുടെ ആവറേജ് കണക്കായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള കണക്ക് നമുക്ക് മൊത്തം വലിയ വലിയ രാജ്യങ്ങളിൽ നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരത്തിൽ എന്താണ് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു കണക്കാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ചില എന്താണ് എക്കണോമിക് ആയിട്ടുള്ള, അതായത് എക്കണോമിക്കലി കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളോട് ഒരു അത്തരം, അതായത് ഡെവലപ്പിംഗ് കൺട്രീസുകൾക്കിടയിൽ ഇതിന്റെ ഒരു എന്താണ് ഒരു പക്ഷാപാതം അല്ലെങ്കിൽ ഒരു പാർഷ്വാലിറ്റി വരുന്നുണ്ട് ഇതിൽ, ഈ ഒരു ഇൻഡെക്സിൽ എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം ഡെവലപ്ഡ് കൺട്രീസിൽ ഈ 3 കാര്യങ്ങൾ നോക്കുമ്പം അവർ കുറച്ചുകൂടെ ഉന്നതിയിലായിരിക്കുമല്ലോ. എന്തായാലും അവർ എന്താണ് വിദ്യാഭ്യാസത്തിലായാലും ഹെൽത്തിന്റെ കാര്യത്തിലായാലും ആയുസിന്റെ കാര്യത്തിലായാലും ഒക്കെ കുറച്ചുകൂടെ മുൻപന്തിയിലായിരിക്കും. അപ്പൊ അവരുടെ ആ ഒരു HDI എപ്പോഴും എന്തായിരിക്കും, ഉയർന്നു തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് പറയുന്നുണ്ട്.
പിന്നെ പറയുന്നത് എപ്പോഴും എന്താണ് നമ്മുടെ ഈ ഒരു HDIയില് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹ്യൂമൻ വെൽഫെയറിനാണ്. ഹ്യൂമൻ വെൽഫെയറിനാണ് കൂടുതലും ഇതില് ഇത് കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാണ് നമ്മളിവിടെ കുറച്ചുകൂടെ ഈ ഒരു സോഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ആളുകളെ ബേസ് ചെയ്തിട്ടുള്ള മെഷർമെന്റുകൾ അല്ലെങ്കിൽ അവരെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് കൂടുതലും ഹ്യൂമൻ വെൽഫെയർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് കാര്യങ്ങളാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് നമ്മൾ എടുക്കുന്ന ആ 3 കാര്യങ്ങൾ അതുകൊണ്ട് അതിൽ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണെന്ന്. പിന്നെ പറഞ്ഞത് എന്താണ് ആ ഒരു ഡെവലപ്പിംഗ് കൺട്രീസുകൾക്കിടയിൽ വരുന്ന ആ ഒരു വ്യത്യാസം. പിന്നെ നമ്മൾ ഹ്യൂമൻ വെൽഫെയറിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ആ ഒരു കാര്യം. പിന്നെ ആവറേജ് കണക്കാണെന്നുള്ളത്. ഈ 3-4 കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പറയുന്നത്, ഡിസ്അഡ്വാൻറ്റേജസിൽ പറയുന്നത്. പക്ഷെ എങ്കിലും നമ്മൾ കൂടുതൽ നമ്മൾ കേൾക്കുന്നതാണ് അല്ലെ നമ്മുടെ എക്കണോമിക്, അതായത് അത്തരത്തിലുള്ള സംഭാഷണങ്ങളിലൊക്കെ കൂടുതലും ഈ ഒരു HDIന്റെ ബേസിൽ ഒക്കെ അല്ലെങ്കിൽ ആ ഒരു മെഷർമെന്റ് ആണ് എപ്പോഴും നമ്മൾ എടുത്തിട്ട് കാര്യങ്ങൾ പറയാറുള്ളത്. അതുപോലെ GDP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയാനുള്ളത് ആ കാര്യങ്ങൾ എടുത്തിട്ടാണ്. ഇനി നമ്മുടെ HDIയുടെ ഇമ്പോർട്ടൻസ്, ഡെവലപ്പിംഗ് കൺട്രീസിൽ നമ്മുടെ HDIയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാന്ന് പറയുന്നുണ്ട്. അതിൽ 2 എക്കണോമിസ്റ്റുകളെ പറയുന്നുണ്ട് കേട്ടോ, ആദം സ്മിത്ത്, JS മില്ലർ. അപ്പൊ ഈ 2 എന്താണ് എക്കണോമിസ്റ്റുകൾ എംഫസൈസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള ഒരു ഒരു വാല്യുബിൾ ലൈഫ് അല്ലെങ്കിൽ ഒരു ഒരു വളരെ മൂല്യപരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ അത് നമ്മുടെ ഇവിടെ മനുഷ്യർക്ക് അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഈ ഒരു വികസനം അല്ലെങ്കിൽ ഈ ഒരു HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റിന്റെ ഒരു കാര്യം വരുന്ന സമയത്ത് അവിടെ ഈ ഒരു എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഒരു വരുമാനം അല്ലെങ്കിൽ അതിന്റെ ഒരു വളർച്ചയിൽ അവിടെ മൊത്തത്തിലൊരു ഇക്വാലിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു കോംപ്രമൈസ് കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ലാന്ന്. അതായത് ആളുകൾക്ക് തുല്യമായിട്ട് എല്ലാ കാര്യത്തിലും ഒരുപോലെയുള്ള ജീവിതം അവിടെ ആസ്വദിക്കാനുള്ള ഒരു ഇതുണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു എക്കണോമിക് ഡെവലപ്മെന്റിന്റെ കാര്യമൊക്കെ വരുമ്പം അവിടെ ആ ഒരു ഇൻകത്തിന്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു തുല്യത, ആ ഒരു ഇത് അവിടെ നഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്, പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് കൺട്രീസിന്റെ കാര്യത്തില്. അതില് നമ്മുടെ അമർത്യ സെൻ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരു രാജ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള സംഗതി എന്ന് പറയുന്നത് മനുഷ്യരാണ് അല്ലെങ്കിൽ ആളുകൾക്കാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ അവർക്കായിട്ട് നേടേണ്ട കുറച്ച് സംഗതികൾ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചുള്ള ചെലവുകൾ കാര്യങ്ങളൊക്കെ ഓരോ മനുഷ്യനും വ്യത്യാസമായിരിക്കും. ഓരോരുത്തരും ജീവിക്കുന്ന ജീവിത സാഹചര്യം അനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ചെലവുകൾ കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഓരോ സ്ഥലത്തെ ബേസ് ചെയ്തിട്ട് നമുക്ക് വില കാര്യങ്ങളിലൊക്കെ വളരെ വ്യത്യാസം വരും. ഇപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് പച്ചക്കറിയൊക്കെ നമ്മുടെ ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്ക് അതിന്റെ വില കൂടുതലായിരിക്കും. അപ്പൊ ആ ഒരു സൈറ്റ് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന് വില കുറവായിരിക്കും. അപ്പൊ നമ്മൾ മൊത്തത്തിലുള്ള ഒരു കണക്ക് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ തന്നെ ആ ഒരു സ്ഥലം ബേസ് ചെയ്തുകൊണ്ടൊക്കെ ആളുകൾ ഉപയോഗിക്കുന്ന സാധനത്തിന് പല പല വിലകളായിരിക്കും അല്ലെങ്കിൽ പല പല കോസ്റ്റ് ആയിരിക്കും നമ്മൾ നൽകേണ്ടി വരിക. അപ്പൊ അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട്. പക്ഷെ നമുക്ക് മൊത്തത്തിൽ ആ ഒരു കൺട്രിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അതായത് ഒരു രാജ്യത്തിന്റെ കേന്ദ്രം അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് ഇത്തരം കാര്യങ്ങളിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് അവരിപ്പോ ഒരേ എന്നുള്ള ഒരു കാര്യം നടക്കാൻ പോണ കാര്യമല്ല. അപ്പൊ ഒരു രാജ്യം ചെയ്തിട്ട് അല്ലെങ്കിൽ
ഒരു ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തിട്ട് വരുന്ന കാര്യമാണ് ഓരോ രാജ്യങ്ങളിലും. മൊത്തം സാമ്പത്തിക കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള. അതായത് നമ്മൾ എന്താണ് ഈ ഒരു മെറ്റീരിയൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കാണുന്ന ആ ഒരു എക്കണോമിക്ക് മാത്രം ഊന്നൽ നൽകിയത് കൊണ്ട് ആർക്കും എന്താണ് ഒരു ആർക്കും ഒരു ഉപകാരം ഉണ്ടാവില്ല. മൊത്തത്തിൽ ഉള്ളിലൊക്കെ ഇതുപോലുള്ള, അതായത് നമ്മൾ കാണാതെ ഉണ്ട്. അതായത് അത്തരം വഴികളിലൂടെയൊക്കെ നമുക്ക് എന്താണ് സാമ്പത്തികമായിട്ട് പുരോഗതി കൈവരിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നേടിയെങ്കിൽ മാത്രമേ മൊത്തം കൺട്രി എന്തിലേക്ക് എത്തുള്ളൂ, സാമ്പത്തിക പുരോഗതിയിലേക്ക് എത്തുള്ളൂ. അപ്പൊ നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസിനെ കുറിച്ച് പറയുന്നത് എന്താണ്, അവർ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് എന്താണ് അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കണം. അപ്പൊ അതിൽ ഒരുപാട് സാമ്പത്തിക വിദഗ്ധരൊക്കെ അതൊക്കെ ചർച്ച ചെയ്തിട്ടും റിസർച്ച് ചെയ്തിട്ടും ഒക്കെ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുകൊടുക്കും. അതായത് ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുകൊടുക്കും. അപ്പം മെയിനായിട്ട് ആ ഒരു കോസ്റ്റ് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ പറയുന്നുണ്ട് ആളുകളുടെ മനുഷ്യന്മാരെ നമ്മളിപ്പോ ഈ ഒരു HDIയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആളുകൾക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവരുടെ കഴിവുകൾ, പിന്നെ അതുപോലെ അവരുടെ വിദ്യാഭ്യാസം, അതുപോലെ അവരുടെ ആരോഗ്യം, ഈ ഒരു 3 കാര്യങ്ങൾക്ക് അവർ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ആളുകൾ ഒരുപാട് നല്ല വിദ്യാഭ്യാസങ്ങൾ നേടിയിട്ട് അവരുടെ ജീവിത നിലവാരവും അതുപോലെ തന്നെ ജീവിത നിലവാരം എന്ന് പറയുമ്പം ജോലി, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നല്ല ജോലി നല്ല പണമൊക്കെ ആയി തീരുമ്പോൾ അവരെന്താണ് ഒരു മെന്റലി ഒരു വെൽഫെയർ ഉണ്ടാവുമല്ലോ. അതായത് നമുക്ക് നല്ല നിലയിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു സന്തോഷം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള മാനസിക നിലവാരവും കൂടെ ഉയർത്താനായിട്ട് അത്തരത്തിൽ നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതിലൂടെ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ അപ്പൊ ഇവര് പറയുന്നുണ്ട് ഈ ഒരു എന്താണ് HDIയിലൂടെ എന്താണ് നമ്മൾ നല്ല എന്താണ് ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള വെൽഫെയറിന് വേണ്ടിയിട്ട് അതിലൂടെ നമ്മൾ മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് എത്തുന്നുണ്ട്, ഓരോരുത്തർ എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ല ഒരു എന്താണ് നല്ലൊരു രീതിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നല്ല ജോലി, നല്ല ഭക്ഷണം, ഇത് രീതിയിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായി വെൽഫെയറിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു നിലയിലേക്ക് നമ്മൾ ഡെവലപ്മെന്റിലേക്ക് നമുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിലും ഫാമിലിയിലും ഒക്കെ നല്ലൊരു നിലയുണ്ടാവും. എന്താ നല്ല ജോലിയായി കഴിഞ്ഞാൽ, നല്ല ജീവിതം സെറ്റിലായി കഴിഞ്ഞാൽ. പിന്നെ മെച്ചപ്പെട്ട ആരോഗ്യം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ട്. മനുഷ്യരുടെ ആരോഗ്യം നന്നായെങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിലുള്ള ജോലികൾ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ എന്താണ് ഈ ഒരു HDIന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുകയാണെ. പിന്നെ അതുപോലെ ആരോഗ്യമുള്ള സമയത്ത് നല്ല എന്താണ് നല്ല രീതിയിൽ, അതായത് ഏറ്റവും നല്ല, നമ്മളിപ്പോൾ മലയാളത്തിൽ പറയില്ലേ എന്താണ് എന്തെന്ന് പറയാം, നമ്മള് നല്ല കാലത്ത് നമ്മൾ പൈസ ഉണ്ടാക്കി വെച്ചാൽ ആപത്ത് കാലത്ത് നമുക്ക് ഉപയോഗിക്കുമെന്ന് പറയില്ല. അതുപോലെ നമ്മുടെ നല്ല ആരോഗ്യമുള്ള സമയത്ത് മാക്സിമം നമ്മൾ എക്കണോമിക്കലി നമ്മൾ നല്ല രീതിയിൽ സമ്പാദിച്ച് വെക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് പല കാരണങ്ങൾ നമ്മുടെ ആരോഗ്യം മോശപ്പെടുന്ന സമയത്ത് എന്താണ് നമുക്ക് അത് ഉപകരിക്കുള്ളൂ എന്നൊക്കെ ഈ ഒരു HDIന്റെ ഇമ്പോർട്ടൻസിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ടോട്ടലി പറയുന്നത് ഈ ഒരു HDI അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്കണോമിക് വെൽഫെയറിനും അതുപോലെ അതിന്റെ ഒരു നല്ല നിലവാരത്തിലൊക്കെ വിലയിരുത്താനുള്ള, ഈ ഒരു നല്ല ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ വിലയിരുത്താനുള്ള ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഇൻഡെക്സ് ആയിട്ടാണ് നമ്മുടെ രാജ്യം കാണുന്നത്, ഈ HDIനെ എന്നാണ്. ഈ ഒരു ഡെവലപ്പിംഗ് കൺട്രീസ്, അതായത് നമ്മളൊക്കെ ഡെവലപ്പിംഗ് കൺട്രീസിൽ പെടുന്ന രാജ്യമാണല്ലോ. അപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ ഈ ഒരു HDIനെ അത്രയും നല്ല രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റിനെയും വെൽഫെയറിനൊക്കെ കണക്കാക്കാനായിട്ടുള്ള മികച്ച ഒരു ഇൻഡെക്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയണില്ല, നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. കൂടുതലും ഹ്യൂമൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അവരുടെ ആരോഗ്യം, അവരുടെ മെച്ചപ്പെട്ട ജീവിത നിലവാരം, അതുപോലെ നല്ല രീതിയിലുള്ള മെന്റൽ വെൽഫെയർ കൂടി അവർ ഉൾപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നെ അതുപോലെ നല്ല സമയത്ത് നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ എന്താ പണം ഒക്കെ കരുതി വെക്കുക. പിന്നെ ഏറ്റവും നല്ല ഒരു ഇൻഡെക്സ് ആയിട്ട് നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസിൽ എന്ത് കാണുന്നുണ്ട്, HDIനെ കാണുന്നുണ്ട്. ഇനി നമുക്ക് HDIന്റെ ക്രിറ്റിസിസം ആണ് നോക്കാനുള്ളത്.
ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ അറിയാലോ വിമർശനങ്ങൾ എന്തൊക്കെയാണെന്ന്. അതായത് നമ്മൾ നേരത്തെ ഡിസഡ്വാൻറ്റേജസിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് പ്രധാനമായിട്ടും ആ ഒരു 3 ഇൻഡെക്സുകളിലാണ് നമ്മൾ കൂടുതലും ഇതിനെ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഹെൽത്തും എഡ്യൂക്കേഷനും അതുപോലെ ഇൻകം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ അവിടെ ഹെൽത്ത് ആൻഡ് ലൈഫ് എക്സ്പെക്ടൻസി, എഡ്യൂക്കേഷൻ ആൻഡ് നോളേജ്, പിന്നെ അതുപോലെ നല്ല ജീവിത നിലവാരം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് HDIയിൽ. അപ്പോൾ അതിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പോലെ ആവും, ഫുൾ കോൺസെൻട്രേഷൻ അതിൽ മാത്രം ആവുന്ന പോലെ ആവുന്നതാണ് ഫസ്റ്റിൽ പറയുന്നത്. പിന്നെ ഈ ഒരു സംഭവങ്ങൾ ഏതൊരു ഡെവലപ്മെന്റ് പ്രോസസ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ ഇവിടെ രാഷ്ട്രീയം ഈ ഒരു സംഗതിയിൽ, അതായത് HDIയിൽ നമ്മൾ പൊളിറ്റിക്കൽ പോലെയുള്ള രാഷ്ട്രീയം പോലെയുള്ള ഇതിന് അത്ര അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല. അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റിന് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാം, ലോസും അതുപോലെ ലെജിസ്ലേഷൻ, ഒരു സ്റ്റേറ്റിന്റെ ഭരണകാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് ഈ ഒരു പൊളിറ്റിക്സ് ആണ്. അപ്പൊ അതിന് നമ്മൾ അത്രത്തോളം അങ്ങോട്ട് ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല. പിന്നെ അതുപോലെ ഫ്രീഡം, എത്തിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്നും അതൊന്നും അതിൽ ഒഴിവാക്കിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത് എന്താണ്, അത് ആ ഒരു ക്രിറ്റിസിസം ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു HDIയുടെ ഫോക്കസ് എന്ന് പറയുമ്പോൾ എന്താണ്, കുറെ കാലത്തേക്കുള്ള ഒരു റിസൾട്ടിലേക്ക് ആണോ, അല്ലെങ്കിൽ എന്താണ് ഒരു ചെറിയ സമയത്തേക്കുള്ള ഒരു റിസൾട്ടിലേക്കാണോ എന്നുള്ളത് എന്താണ് അവരുടെ ആ ഒരു ലക്ഷ്യത്തിൽ പറയുന്നില്ല. അതായത് ഒരു എന്താ പറയാ, ലോങ് ടേമിലേക്കുള്ളതാണോ അല്ലെങ്കിൽ ഷോർട്ട് ടേമിലേക്കുള്ളതാണോ അവരുടെ ആ ഒരു ലക്ഷ്യം, എയിം എന്നുള്ളത് അവരുടെ ആ ഒരു ഇതിൽ പറയുന്നില്ല, എത്ര സമയത്തേക്കാണെന്നുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു അളവാണെന്ന്. അപ്പൊ അത് എപ്പോഴും എന്താണ്, ഈ പിന്നെ ആവറേജ് കാണുമ്പോൾ നമുക്ക് അതിൽ താഴേക്കിടയിലുള്ള ഒരു സംഭവം കാണാൻ പറ്റില്ല. അതായത് നമ്മളിപ്പോ മൊത്തം ഒരു ക്ലാസ്സിൽ മൊത്തം കുട്ടികളുടെ ശരാശരി എടുത്താൽ നമ്മൾ അതിൽ ഏറ്റവും കുറഞ്ഞ മാർക്കുള്ള ആളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. നമ്മൾ ശരാശരി മാർക്ക് മാത്രമാണ് നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ. അപ്പൊ അതേപോലെ ഒരു രാജ്യത്തിന്റെ ഒരു ശരാശരി നമുക്ക് അറിയുമ്പം, ആവറേജ് നമുക്ക് അറിയുമ്പം അതിൽ ഏത് മേഖലയിലാണ് ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് ആ ഒരു ഇനീക്വാലിറ്റി എവിടെ വരുന്നു, അല്ലെങ്കിൽ താഴെയുള്ളവർ എവിടെ കിടക്കുന്നു എന്നുള്ളത് അത് അവിടെ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ നമുക്ക് അത് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ പറയുന്നുണ്ട് നമുക്ക് ഒരു പല സംഭവങ്ങളിലും എന്തുണ്ട്, നമ്മൾക്ക് ഇനീക്വാലിറ്റീസ് ഉണ്ട്. പ്രത്യേകിച്ച് സെക്ഷൽ ഇനീക്വാലിറ്റി, അതുപോലെ റേസ്, ഒരുപാട് എന്താണ് വർഗങ്ങൾ തമ്മിലുള്ള ഇനീക്വാലിറ്റി, പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, എന്താണ് റീജിയണലായിട്ട് വരുന്ന ഇനീക്വാലിറ്റികളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇനീക്വാലിറ്റീസ് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ ഒരു ഡെവലപ്മെന്റിൽ നമ്മൾ നന്നായിട്ട് പറയണം, അല്ലെങ്കിൽ അതിൽ ആ ഭാഗത്തൊക്കെ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ വരണം. പക്ഷെ അത് നമ്മൾ ആ ഒരു ഭാഗങ്ങളൊന്നും ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യാത്തതിനുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ആ ഒരു എന്താണ് എപ്പോഴും ആ ഒരു ഇനീക്വാലിറ്റി കാര്യങ്ങൾ അതുപോലെ കിടക്കും. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം മുൻപോട്ട് വെച്ചാൽ മാത്രമല്ല അതിനുള്ള സൊല്യൂഷൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഭാഗമൊന്നും നമ്മൾ ഈ ഒരു ഇതിൽ HDIയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്തതുകൊണ്ട് അത് അങ്ങനെ കിടക്കും എന്നാണ് പറയണത്. പിന്നെ പറയുന്നുണ്ട്, നമ്മൾ ഈ ഒരു HDI കണക്കാക്കാനായിട്ട് സെൻസസ് ഉപയോഗിക്കുന്നുണ്ട്, സെൻസസ് റിപ്പോർട്ടുകൾ ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ ഈ സെൻസസ് റിപ്പോർട്ടുകൾ ആശ്രയിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം സെൻസസ് 10 വർഷം കൂടുമ്പോഴേ നടക്കുകയുള്ളൂ. അത് തന്നെ പ്രോപ്പറായിട്ട് എല്ലായിടത്തും എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ഉത്തരം പറയാൻ പറ്റില്ല. അത് വളരെ എന്താണ് ഭയങ്കര കൃത്യമായിട്ട് നടത്തുന്ന ഒരു പ്രോസസ് ആണെന്നുള്ളതിന് ഇപ്പോൾ നമുക്ക് തെളിവുകൾ നിരത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു റിപ്പോർട്ടുകളെ ആശ്രയിക്കുന്നത് കൊണ്ട് നമുക്ക് അത് ഒരു വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കണക്ക് അവർക്ക് കിട്ടുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല.
നമുക്കറിയാം ഇപ്പോൾ ആരോഗ്യ കാര്യങ്ങളൊക്കെ കൂടുതലും ഇങ്ങനെ എന്താണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് വഴിയൊക്കെ ആണ് ഓരോ ചെറിയ ചെറിയ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും താഴെക്കിടയിലുള്ള ഹെൽത്ത് കാര്യങ്ങൾ നമ്മളെ വന്നിട്ട് ചോദിച്ചറിയുന്ന ആൾക്കാരാണ് ആശാവർക്കർ പോലുള്ള ആൾക്കാർ. അപ്പൊ അവരുടെ ആ ഒരു എന്താണ് ആ ഒരു ശൃംഖല അത് വലുതായി വലുതായി മൊത്തം എത്തുമ്പോഴത്തേക്കും അത് എവിടെ എത്തും, അല്ലെങ്കിൽ അത് എല്ലാവരുടെ കാര്യങ്ങളിലും ഈ ഒരു ആശാവർക്കർ നോക്കി അല്ലെങ്കിൽ നമ്മുടെ എന്താണ് സൊസൈറ്റിയിലെ ഓരോ പേഴ്സന്റെയും കാര്യങ്ങൾ എടുത്ത് നോക്കാൻ പറ്റുമെന്നൊന്നും നമുക്ക് ഉറപ്പില്ല. അതൊക്കെ നമ്മളൊരു ആവറേജ് കണക്കിലെടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സെൻസസിനെ മൊത്തത്തിൽ നമ്മൾ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു മെഷർമെന്റ് എടുക്കുന്നതിൽ എന്താണ് അത്രയ്ക്ക് അങ്ങോട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കണക്ക് കിട്ടില്ല എന്നാണ് പറയണത്. അപ്പോൾ പിന്നെ പറയുന്നത് ക്രിറ്റിസിസം ആയിട്ട് പറഞ്ഞു വന്നിട്ട് പിന്നെ ഒരു നല്ല കാര്യമാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു HDIയിൽ നമ്മൾ മെയിൻ ആയിട്ട് 3 കാര്യങ്ങൾ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഹെൽത്ത്, അതുപോലെ നോളജ്, അതുപോലെ ഇൻകം അല്ലെങ്കിൽ നല്ല ജീവിത നിലവാരം. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നോണ്ട് എന്താണെന്നറിയോ, അതിന്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ ആ വഴിക്കുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ അവസരങ്ങൾ ആ ഭാഗത്ത് അത്തരത്തിൽ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും. അതായത് എപ്പോഴും ഈ ഒരു കാര്യം നന്നായാലും നമ്മുടെ ഡെവലപ്മെന്റ് ആ ഒരു മെഷർമെന്റ് അല്ലെങ്കിൽ ആ റാങ്കിങ്ങിൽ നമ്മൾ ഉയർന്നു വരുന്ന നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കേന്ദ്രം ബേസ് ചെയ്തിട്ടുള്ള എക്കണോമിസ്റ്റുകൾക്ക് ഒരു ധാരണ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഭാഗം അവർ എപ്പോഴും എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ നന്നാക്കാനുള്ള പോളിസീസ് കാര്യങ്ങളൊക്കെ എപ്പോഴും പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതെന്തിലേക്ക് നമുക്ക് അവർ ആ ഭാഗം മാത്രം ക്ലിയർ ആയാൽ നമ്മൾ മൊത്തത്തിൽ നന്നാവുമല്ലോ എന്നുള്ളതായിരിക്കും അവരുടെ ചിന്ത. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം പറയണ്ടേ. ക്രിറ്റിസിസം ആണ്, പക്ഷെ എന്താണ് നല്ലൊരു കാര്യം കൂടാണ്. പിന്നെ പറയുന്നുണ്ട് ഈ ഒരു HDI എന്ന് പറയുന്നത് നമുക്ക് ഡീപ്പായിട്ടുള്ള വിവരങ്ങൾക്കൊന്നും എന്താണ് പകരം വെക്കാൻ പറ്റില്ല. അതായത് നമുക്ക് ഈ പുറത്ത് കാണുന്ന ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻകം ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ഊന്നിക്കൊണ്ട് നമ്മൾ പറയുന്ന ഡെവലപ്മെന്റ് ഇൻഡിസസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ആഴത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള കാര്യങ്ങളൊന്നും, അത്തരത്തിലുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് കാര്യങ്ങളൊന്നും ഈ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ ഇത്രയാണ് നമുക്ക് HDIന്റെ ക്രിറ്റിസിസത്തിൽ പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. 1995 നമുക്ക് ഇവിടെ എന്താണ് ഒരു ജെൻഡർ ഇനീക്വാലിറ്റി അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇൻഡെക്സ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഇൻഡിസസ്. അതിന്റെ പേര് GDI എന്നാണ്. GDI എന്ന് പറഞ്ഞാല് ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ജെൻഡർ റിലേറ്റഡ് ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്. അപ്പൊ അതായത് നമുക്കറിയാലോ ജെൻഡർ ഇനീക്വാലിറ്റീസ് ഒരുപാട് നിലനിൽക്കുന്നുണ്ടെന്ന്. അപ്പൊ അതിന്റെ അണ്ടറിൽ അത്തരത്തിൽ വന്നിട്ടുള്ള അതിന്റെ ഡെവലപ്മെന്റിനെ കാണിക്കാനായിട്ട് വന്നിട്ടുള്ള ഒരു ഇൻഡിസസ് ആണ് GDI എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഒരുപാട് ഈ ഒരു ജെൻഡർ ഇനീക്വാലിറ്റീസ് കാര്യങ്ങൾ നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു എത്തിയിട്ടുള്ളത്, GDI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡെക്സ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതിലൂടെ എന്താണ് ഈ ഉത്തരത്തില് എന്താണ് ഈ ഒരു ജെൻഡർ ബേസിലുള്ള ഇനിക്വാലിറ്റികൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിനെക്കുറിച്ചുള്ള അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുക, അതൊക്കെയാണ് അതിൽ കൂടുതലും ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിനെ പറ്റി അതിലേക്ക് അതിന് നടപടികൾ കാര്യങ്ങൾ എടുക്കാനായിട്ട് JEM എന്ന് പറഞ്ഞാൽ ജെൻഡർ എംപവർമെന്റ് മെഷർ, അതായത് അതിന്റെ അത്തരത്തിലുള്ള ജെൻഡർ ഇനീക്വാലിറ്റി കാര്യങ്ങൾ നടക്കുന്നിടത്ത് നമ്മൾ എന്താണ് എംപവർമെന്റ് അല്ലെങ്കിൽ ശാക്തീകരണ പരിപാടികൾ കാര്യങ്ങളൊക്കെ നടത്തുക, അത്തരത്തിലുള്ള നടപടികളൊക്കെ എടുക്കുക. അതിനെയാണ് നമ്മൾ JEM എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇനീക്വാലിറ്റി കണക്കിലെടുത്തുകൊണ്ട് എന്താണ് ആളുകൾക്ക്, അതായത് പ്രത്യേകിച്ചും നമുക്കറിയാം ജെൻഡർ ഇനീക്വാലിറ്റി എന്ന് കോമൺലി പറയുന്നത്
മെയിനായിട്ട് സ്ത്രീകൾക്കായിരിക്കും അവിടെ ആ ഒരു അസമത്വം നേരിടേണ്ടി വരുന്നത്. അപ്പൊ അത്തരത്തില് ആ ഒരു എന്താണ് രാഷ്ട്രീയ രംഗത്തും അതുപോലെയുള്ള സാമ്പത്തിക രംഗത്തും സോഷ്യൽ എല്ലാ തരത്തിലും സ്ത്രീകൾക്ക് കുറച്ചുകൂടെ എല്ലാ മേഖലകളിലും എന്ത് കൊടുക്കുക, ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. അതൊക്കെ ഈ ഒരു JEM-ന്റെ അണ്ടറിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് നേരത്തെ പറഞ്ഞ JDI. JDI എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് സെക്ഷുവൽ ഇനീക്വാലിറ്റിക്ക് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ജെൻഡർ ഇനീക്വാലിറ്റിക്ക് അത് അതിനെതിരെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇക്വിറ്റി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് കൂടുതലും പരിപാടികൾ അല്ലെങ്കിൽ നടപടികൾ കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പൊ ഈ ഒരു JEM-ന്റെ ഒരു എന്താണ് അതിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫലമായിട്ട് ഇവിടെ എന്ത് വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ ഈ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് സ്ത്രീകളും പുരുഷന്മാരും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള അവരുടെ തീരുമാനങ്ങളൊക്കെ അവർ ഒരുമിച്ച് എടുക്കുക. അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ വരിക. പിന്നെ അങ്ങനെയൊക്കെ ഉള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു JEM അല്ലെങ്കിൽ ജെൻഡർ എംപവർമെന്റ് മെഷർ അത് അളക്കാനായിട്ട് 3 സംഭവങ്ങൾ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് അതിൽ ഫസ്റ്റ് നമുക്ക് നമ്മൾ പറഞ്ഞു ജെൻഡർ ബേസിലുള്ള ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഇനിക്വാലിറ്റിക്ക് എതിരെയാണെന്ന്. അപ്പൊ അതിൽ നമ്മൾ അത് കണക്കാക്കാൻ, അത് എത്രത്തോളം ഉണ്ട് എന്ന് കണക്കാക്കാൻ, ആ എംപവർമെന്റ് മെഷർ എത്രത്തോളം ഉണ്ടെന്ന് കണക്കാക്കാനായിട്ട് സ്ത്രീകൾക്ക് വിവിധ സ്ഥലത്തുള്ള സീറ്റുകളുടെ ശതമാനം നോക്കിയിട്ടാണ് നമ്മൾ ഇത് അളക്കുന്നത്. അപ്പൊ അത് ഫസ്റ്റ് പറയുന്നത് നമ്മുടെ എന്താണ് പാർലമെന്റിലൊക്കെ സ്ത്രീകൾക്കുള്ള സീറ്റുകളുടെ ശതമാനം എത്രയാണ് അത് നോക്കുന്ന അത് എത്ര രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ശതമാനം സീറ്റുകൾ കൊടുക്കുന്നത് നോക്കും. പിന്നെ അതുപോലെ തന്നെ പരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിൽ സ്ത്രീകളുടെ ആ ഒരു കണക്ക് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എത്ര ശതമാനം സ്ത്രീകൾ സാമ്പത്തികപരമായിട്ടുള്ള എന്താണ് തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളുടെ വരുമാനം, അവർ സമ്പാദിച്ചിട്ടുള്ള അവരുടെ വരുമാനം, അതുപോലെ തന്നെ ആ ഒരു റേറ്റ്, അതായത് പുരുഷന്മാരുടെ വരുമാനം സ്ത്രീകളുടെ വരുമാനം എത്രത്തോളം ഉണ്ട് എന്നുള്ള ആ ഒരു റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ JEM അളക്കാൻ ഉപയോഗിക്കുന്ന എന്താണ് മെഷർമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങൾ. ഫസ്റ്റ് വണ് ദേശീയ പാർലമെന്റുകളിലൊക്കെ അവർക്ക് എത്രത്തോളം സീറ്റുകൾ ഉണ്ട് എന്ന്, പിന്നെ സാമ്പത്തികപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന എത്ര സ്ത്രീകളുണ്ട് എന്ന്, പിന്നെ അതുപോലെ തന്നെ സമ്പാദിക്കുന്ന അല്ലെങ്കിൽ ജോലി അത് മെയിനായിട്ട് പറയുന്നതാണ് ജോലി ഉള്ള സ്ത്രീകൾ, അതില് പുരുഷന്മാരുടെ ജോലി വരുമാനം അവരുടെ വരുമാനം കണക്കാക്കിയിട്ടാണ് ആ ഒരു റേറ്റ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് JEM-ല് പറയുന്നത്. അപ്പോൾ ഇവര് ടോട്ടലി പറയണത് നമ്മുടെ ഈ ഒരു HDI പോലെയല്ല ഈ GDI-ലും GEM ഒക്കെ നമ്മൾ കണക്കാക്കേണ്ടത് അവിടെ എത്രത്തോളം അവരുടെ വരുമാനം ഉയർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം അവിടെ ഡെവലപ്മെന്റ് കിട്ടിയിട്ടുണ്ടോ എന്നല്ല. ഓരോ രാജ്യത്തും അവരുടേതായിട്ടുള്ള വരുമാനോ ഡെവലപ്മെന്റോ ഒക്കെ ഉയർന്നിട്ടുണ്ടോ എന്നല്ല. നമ്മുടെ JDI ഉയർന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, അവിടുത്തെ സ്ത്രീകൾക്ക് എത്രത്തോളം ഓപ്പർച്യൂണിറ്റി, എത്രത്തോളം നമ്മൾ എന്ത് സ്ഥാനം കൊടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അവിടുത്തെ JDI-യും GEM-ഉം ഉയർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. HDI എന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് പറയുന്നതെങ്കിൽ ഇവിടെ പറയുന്ന JDI-യും JEM-ഉം എന്താണ് J കാണുമ്പോൾ നിങ്ങൾ പിന്നെ G കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം കേട്ടോ, ജെൻഡർ ബേസിലുള്ള ഡെവലപ്മെന്റ് കാര്യങ്ങളാണ് പറയുന്നത്, GDI-യും അതുപോലെ GEM-ഉം. അപ്പൊ അതില് നമ്മൾ അവിടുത്തെ വരുമാനോ വികസനോ ഒന്നല്ല നോക്കേണ്ടത്, അവിടുത്തെ സ്ത്രീകൾക്കുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അവർ എത്രത്തോളം മുന്നിൽ എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ അതുപോലെ ആ ഒരു അണ്ടറിൽ JDI-ന്റെ ഒക്കെ എന്താണ് ഒരുപാട് ഇതിന്റെ ഫലമായിട്ട് പല രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അവർക്ക് എന്താണ് ചാൻസുകൾ കിട്ടിയിട്ടുണ്ട്. അതായത് നല്ല നല്ല ഉയർന്ന പൊസിഷനുകളിൽ.
പിന്നെ അതുപോലെ ഇത് ഫെമിനിസ്റ്റുകളൊക്കെ ഈ ഒരു സംഗതികൾ ഉപയോഗിച്ചിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അവര് സ്ത്രീകളെ കുറച്ചുകൂടെ എന്താണ് ഫെമിനിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അറിയാലോ അവര് മൊത്തത്തിൽ വലുതാക്കാനുള്ള അല്ലെങ്കിൽ മൊത്തത്തിൽ ഉയർത്തിപ്പിടിക്കാനുള്ള സംഭവമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതൊക്കെ അവർ ഈ ഒരു JDIയും JEM ഒക്കെ അവർക്ക് അവരുടെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഉപകരണങ്ങളൊക്കെ ആയിട്ട് സ്വീകരിക്കാറുണ്ട് ഫെമിനിസ്റ്റുകൾ. അതായത് ഈ അസമത്വങ്ങളൊക്കെ അസമത്വങ്ങൾ ഇല്ലാതാക്കാന്നല്ല, അവർക്ക് സ്ത്രീകൾക്ക് ഒരുപാട് കുറച്ചുകൂടെ ഡോമിനേഷൻ എന്താണ് ഒരു പൊസിഷൻ വേണം എന്നുള്ള ആൾക്കാരായിരിക്കും കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഫെമിനിസ്റ്റുകൾ. പക്ഷെ അവരുടെ ഒരു വഴിയിൽ വരുന്ന സംഭവമാണല്ലോ ഈ JDIയും JEM ഒക്കെ. അപ്പൊ അതൊക്കെ അവര് എടുക്കുന്നുണ്ട്. സോറി, ഞാൻ ജെ എന്ന് പറഞ്ഞുകൊണ്ടെന്നല്ലേ, GDI GEM കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നാളെ നമുക്ക് ചേഞ്ചിങ് കൺസെപ്ഷൻ ഓഫ് ഡെവലപ്മെന്റിന്റെ ചേഞ്ചിങ് കോൺസെപ്ഷൻസ് ആണ് നാളെ പറയാനുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ HDIനെ കുറിച്ചാണ് കൂടുതലായിട്ടും പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കറിയാം പല രാജ്യങ്ങളും അവരുടെ സോഷ്യൽ എക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെന്റിന്റെ അതിന്റെ ഒരു നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് അളക്കാനായിട്ട്, മെഷർ ചെയ്യാനായിട്ട് നമ്മുടെ ഐക്യരാഷ്ട്രസഭ വികസിപ്പിച്ചിട്ടുള്ള സംഭവമാണ് HDI ട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഇതിൽ ഒരാളെ പറഞ്ഞു, അതായത് പാകിസ്ഥാൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഒരാളെ പറഞ്ഞു അല്ലെ, ആളുടെ പേര് ഓർത്തു വെക്കണം. അപ്പോൾ നമ്മൾ അതിൽ കൂടുതലും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് എന്തൊക്കെയാണ്, ഹെൽത്തും അതുപോലെ ലൈഫ് എക്സ്പെക്ടൻസി, അതുപോലെ വിദ്യാഭ്യാസം, പിന്നെ നല്ല ജീവിത നിലവാരം, പിന്നെ അതുപോലെ ഇൻകം, ഈ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ ഓരോ രാജ്യത്തും നമ്മൾ ആ ഒരു മനുഷ്യന് ഓരോ പേഴ്സണിനോ അതിൻ്റെതായ ആ ഒരു നിലവാരം വിലയിരുത്തുന്നതിൽ അതിലൊരു പങ്കുണ്ട് എന്നാണ് നമ്മൾ ഈ ഒരു HDI നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ രാജ്യങ്ങളെ നമ്മൾ റാങ്ക് ചെയ്യാനും അതുപോലെ കമ്പയർ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കും കേട്ടോ. HDI കൂടിയ രാജ്യങ്ങൾ കുറഞ്ഞ രാജ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്പയർ ചെയ്യാനും നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അവിടുത്തെ ഒരു ആവറേജ് വാർഷിക വരുമാനം എത്രത്തോളം ഉണ്ട് അത് നോക്കും. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞു, അതായത് നമ്മൾ ആ ഒരു ഭാഗങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യും. വിദ്യാഭ്യാസ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യും. HDI അതിന്റെ അണ്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ. പിന്നെ നമ്മുടെ അതിനെ നമ്മള് മെയിനായിട്ട് നമ്മൾ കുറച്ച് മുറിഞ്ഞു പോണ പോലെ, ഇനിയിപ്പോ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണോന്ന് അറിയില്ല. ഒതുങ്ങി നിൽക്കാനായിട്ട് മാറിപ്പോവാൻ ചാൻസ് തന്നെ. ഇംപ്രൂവ്മെന്റ്സ് കൂടുതൽ ഇംപ്രൂവ്മെന്റ്സ് ഇൻഡെക്സിൽ കൂടുതലും വ്യക്തികൾക്കാണ് ഊന്നൽ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ നേടുക, അതിൽ കൂടെ ഒരു മെന്റൽ വെൽഫെയർ കൂടി അവർ നേടുക. അങ്ങനെ അവർ നല്ല രീതിയിലുള്ള ഒരു ജീവിത നിലവാരം കാഴ്ചവെക്കുക. അതൊക്കെയാണ് നമ്മൾ അവിടുത്തെ ഒരു HDI ഉയർന്ന അല്ലെങ്കിൽ നല്ല നിലവാരത്തിലേക്ക് എത്തിയെന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ പറഞ്ഞു ക്രിറ്റിസിസം അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസിൽ നമുക്ക് പറയാം രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. അപ്പൊ നമുക്ക് കൂടുതലും അത്തരത്തിലുള്ള, അതായത് ഒരു സ്റ്റേറ്റിന്റെ ഗവേണൻസ് അതുപോലെയുള്ള ലോ ലെജിസ്ലേഷൻ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം. പിന്നെ ഈ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ തന്നെ പല പല രീതികളിൽ അവര് ചെയ്യുന്നുണ്ട്. അത് നമുക്കിവിടെ മെഷർമെന്റ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് ചോദിക്കുന്നില്ല. അതൊക്കെ പല ഓരോ വയസ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനുള്ളിൽ ഇത്രത്തോളം ലിറ്ററസി റേറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ
വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ കണക്കാക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഇവിടെ വേണ്ട. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, GNIയും അതുപോലെ GDMഉം അല്ല GEMഉം. ഓക്കെ, ആ 2 കാര്യങ്ങൾ പറഞ്ഞു. അത് ജെൻഡർ റിലേറ്റഡ് ഡെവലപ്മെന്റ് ഇൻഡെക്സും അതുപോലെ ജെൻഡർ എംപവർമെന്റ് മെഷറും. അത് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ജെൻഡർ ഇനീക്വാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ജെൻഡർ ബേസിലുള്ള ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഇനീക്വാലിറ്റികൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി നമുക്ക് എക്കണോമിക് ഡെവലപ്മെന്റ്, ഹ്യൂമൻ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഭാഗങ്ങളും കൂടെ ഉണ്ട്. 2 ക്ലാസ്സും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു യൂണിറ്റ് തീർക്കാം കേട്ടോ.